നമസ്തേ, ഞാൻ മിനി ഹരികുമാർ. ദൃഷ്ടിയുടെ ഒരു പുതിയ കഥക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അയ്യപ്പൻ ശ്രീ ധർമ്മശാസ്താവിന്റെ അവതാരം എന്ന ഐതിഹ്യ കഥയുടെ 3-ാം ഭാഗമാണ് ഞാൻ പറയുവാനായിട്ട് പോകുന്നത്. 2-ാം ഭാഗം വീഡിയോയിൽ നമ്മൾ മഹിഷിയുടെ മർദ്ദനവും അതേപോലെ മഹിഷിക്ക് ഭഗവാൻ അനുഗ്രഹങ്ങൾ കൊടുത്തു വിടുന്നതുമായിട്ടുള്ള കഥ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കി ഭാഗം പറയാം. മഹിഷി മർദ്ദനം കണ്ട് സന്തോഷചിത്തരായി നിന്ന ത്രിമൂർത്തികൾ ഭൂമിയിലേക്ക് വന്ന് ഭഗവാനെ മണികണ്ഠകുമാരനെ ആശ്ലേഷിച്ചു. ശ്രീ മഹാദേവൻ മണികണ്ഠനോട് പറഞ്ഞു, അല്ലയോ കുമാര, അവിടുത്തെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടുത്തേക്ക് ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. അങ്ങ് പന്തളത്തേക്ക് പോകണം. അങ്ങയെ പിരിഞ്ഞതിലുള്ള സങ്കടം കൊണ്ട് വിഷമിച്ച് ഇരിക്കുന്ന പന്തളഭൂവനെ ആശ്വസിപ്പിക്കണം. അദ്ദേഹത്തിന് ജ്ഞാനോപദേശം നൽകണം. പന്തളഭൂവന് ജ്ഞാനോപദേശം നൽകണം. അതിനുശേഷം അങ്ങ് തിരിച്ച് ഇവിടേക്ക് തന്നെ വരണം. അങ്ങയെ കാത്ത് നീലിമലയുടെ പ്രാന്തത്തില് ഒരു പർവ്വത ശിഖരത്തിൽ ശബരി എന്ന് പറയുന്ന യോഗിനി തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. അവിടുന്ന് ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ച സമയത്ത് ആ ശബരിക്ക് ദർശനം കൊടുത്ത് അവൾക്ക് മോക്ഷം കൊടുത്തുവെങ്കിലും ബ്രഹ്മസായുജ്യം അവൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ശബരകുലത്തിൽ ശബരിയായിട്ട് ജനിച്ച് ആ നീലിമലയുടെ പ്രാന്തപ്രദേശത്തിൽ അവിടുത്തെ ദർശനത്തിന് വേണ്ടിയിട്ട് തപസ്സനുഷ്ഠിക്കുന്നുണ്ട്. അവളെ ചെന്ന് കണ്ട് അവൾക്ക് ദർശനം കൊടുത്ത് അവൾക്ക് ബ്രഹ്മസായുജ്യം നൽകണം. പിന്നീട് ആ ശബരി അങ്ങനെ തപസ്സനുഷ്ഠിച്ച സ്ഥലമായതുകൊണ്ട് ആ മലയ്ക്ക് ശബരിമല എന്നുള്ള പേര് കിട്ടും. ആ ശബരിമലയിൽ അങ്ങയ്ക്ക് പന്തള ഭൂപതി ഒരു ആലയം നിർമ്മിക്കും. ആ ആലയത്തിൽ സർവചരാചരങ്ങൾക്കും ആശ്വാസമരളി ആനന്ദമരളിക്കൊണ്ട് നീ അവിടെ അങ്ങനെ വസിക്കണം. കലിയുഗത്തിലെ മനുഷ്യർക്ക് മോക്ഷപ്രാപ്തിക്കായിട്ട് താരകബ്രഹ്മമായി നീ അവിടെ വസിക്കണം എന്ന് മഹാദേവൻ പറഞ്ഞു. ഇപ്പോൾ തന്നെ ദേവന്മാരും ദേവസ്ത്രീകളും ഒക്കെ പുലിക്കൂട്ടങ്ങളായി മാറും. അവരെ കൊണ്ട് നീ പന്തളത്തേക്ക് പോയാലും എന്ന് പറഞ്ഞു. പിന്നീട് ബ്രഹ്മദേവനും കുറേ കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു. അതിനുശേഷം അങ്ങനെ ത്രിമൂർത്തികൾ അപ്രത്യക്ഷരായി. അതിനുശേഷം ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം മണികണ്ഠസ്വാമിയും അതേപോലെ അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളും ചേർന്ന് ഈ മഹിഷിയുടെ ശവശരീരം ഒരു അഴുതാ നദിയുടെ കരയിൽ ഒരുപാട് കല്ലുകളും മണ്ണുമൊക്കെ ഇട്ടങ്ങനെ മൂടി അതൊരു വലിയ കുന്നായിട്ട് മാറി. എന്നിട്ട് അഴുതാ നദിയിൽ മുങ്ങി വീണ്ടും കല്ലുകൾ പെറുക്കി അവരങ്ങനെ ആ കുന്നിലേക്ക് എറിഞ്ഞു. വീണ്ടും ഈ മഹിഷിയുടെ ശരീരത്തിന്റെ ആസുരിക ശക്തി വീണ്ടും ഉയർന്നു വരാതിരിക്കുവാനാണ് അവരങ്ങനെ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും ശബരിമല തീർത്ഥാടകര് അഴുതാ നദിയിൽ മുങ്ങി കല്ലെടുത്ത് ഈ കല്ലിടാംകുന്നിലിട്ട് കയറിപ്പോകുന്നത്. അങ്ങനെ ഈ കുന്നിന് കല്ലിടാംകുന്നെന്നുള്ള പേര് കിട്ടി. പ്രസ്തരഗിരി എന്നീ കുന്നറിയപ്പെടുമെന്ന് ഭഗവാൻ പിന്നീട് അരുളി ചെയ്തു. അതിനുശേഷം തൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള വാപുരനെ വിളിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ പന്തളത്തു നിന്നും തിരികെ വരുന്ന സമയം വരെ നീ ഇവിടെ ഒരു ഗോഷ്ടം നിർമ്മിച്ച് എൻ്റെ ഭക്തന്മാർക്ക് ദുഷ്ടമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാകാതെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് ഈ ദേവന്മാരും ദേവസ്ത്രീകളുമൊക്കെ പുലിക്കൂട്ടമായിട്ട് വന്ന അവരുടെ അതിലൊരു വലിയ പുലിയുടെ മുകളിലേറി ഭഗവാൻ അങ്ങനെ പന്തളത്തേക്ക് യാത്ര തിരിച്ചു. പന്തളത്തിൻ്റെ രാജധാനിയിലൂടെ ആ പുലിക്കൂട്ടം അങ്ങനെ പോകുമ്പോൾ ആളുകളൊക്കെ നിലവിളിച്ചുകൊണ്ട് ഓടിയകന്നു. എല്ലാവരും ഭയന്നു. ഒരു പുലിക്കൂട്ടം തന്നെ പന്തളത്തിൻ്റെ രാജവീഥികളിൽ കൂടി അങ്ങനെ വരികയാണ്. അങ്ങനെ ആ പുലിയുടെ മുകളിൽ ഏറി അമ്പും വില്ലുമൊക്കെ ധരിച്ച് മഹാ തേജസ്വിയായിട്ടുള്ള മണികണ്ഠകുമാരൻ നേരെ പന്തള കൊട്ടാരത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ചെന്നു. കൂട്ട നിലവിളിയായിരുന്നു. മണികണ്ഠനെ ഇങ്ങനെ ആ പുലിപ്പുറത്ത് കണ്ട ആളുകളെല്ലാം കൂടെ മണികണ്ഠൻ പുലിപ്പാലിനായിട്ട് വനത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്ത്രീകളൊക്കെ പറഞ്ഞല്ലോ, കുട്ടിപ്പുലികളെ, അതായത് പുലിക്കുട്ടികളെയൊക്കെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുത്തരണേ കളിക്കാനെന്ന്. അവരുടെ ഒന്നും പൊടി പോലും കണ്ടില്ല. അത്ര ഭയം എല്ലാവരും ഓടി. കൂട്ട നിലവിളിയായി ചിലരൊക്കെ മയങ്ങി വീഴുന്നു. ഈ ബഹളമെല്ലാം കേട്ട് പന്തള ഭൂപതി പെട്ടെന്ന് ചാടിയിറങ്ങി വന്നു. എന്താണ് ഈ നിലവിളി ശബ്ദമെന്ന് കേട്ട് അദ്ദേഹം ഓടി ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം കാണുന്നത് വലിയൊരു പുലിക്കൂട്ടം അങ്ങനെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. അതിലൊരു വലിയ പുലിയുടെ മുകളിൽ അമ്പും വില്ലുമൊക്കെ ധരിച്ച് 1000 സൂര്യന്മാരുടെ തേജസ്സോടുകൂടി മണികണ്ഠകുമാരൻ അങ്ങനെ നിൽക്കുന്നു. രാജാവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. അമ്പരം നിൽക്കുന്ന രാജാവിൻ്റെ അടുത്തേക്ക് മണികണ്ഠൻ ആ പുലിയുടെ മുകളിൽ നിന്നും ഇറങ്ങി ഓടി വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പിതാവേ, ഞാനിതാ പുലിപ്പാലിനുള്ള പുലിയുമായിട്ട് എത്തിയിരിക്കുന്നു. കൊട്ടാരം വൈദ്യനെ വരുത്തിയാലും ആവശ്യത്തിനുള്ളത് കറന്നെടുക്കാൻ പറഞ്ഞാലും എന്ന് പറഞ്ഞു. ഇത് കേട്ട് അപ്പോഴും ചലനമില്ലാതെ നിന്നുപോയി രാജാവ്. കാരണം ആ രാജാവ് അന്തിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? ഇതാരാണിത്? എൻ്റെ മകനെന്ന് കരുതി ഞാൻ എത്ര നാളും ലാളിച്ചു കൊണ്ടു നടന്ന ഈ ചെറിയ കുട്ടിയാണോ ഇതെന്നൊക്കെ അദ്ദേഹം അങ്ങനെ അന്തിച്ചു നിന്നു. ഈ സമയത്ത് ഭഗവാനോട്
രാജാവ് പറഞ്ഞു, ഈ പുലികളെയൊക്കെ തിരിച്ചു വിട്ടാലും അവിടുന്ന് ആരാണ്? എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല, എനിക്ക് ഭയമാകുന്നു. ഈ പുലികളെയൊക്കെ തിരിച്ചു വിട്ടാലും രാജ്ഞിയുടെ അസുഖം ഭേദമായി എന്ന് പറഞ്ഞു. ഈ സമയത്ത് രാജ്ഞിയുടെ അസുഖം ഭേദമായി. കാരണം വനത്തിലേക്ക് ഭഗവാൻ മണികണ്ഠകുമാരൻ പുലിയെ കൂട്ടാനായിട്ട് പോയപ്പം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അവർക്ക് ഒരു വിശ്വാസമുള്ളത് കൊണ്ട് അവരുടെ അസുഖം അപ്പോഴേ ഭേദമായി. ഈ സമയത്ത് മണികണ്ഠകുമാരൻ രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ പുലികൾക്ക് തിരിച്ചു പോവാനുള്ള നിർദ്ദേശം കൊടുത്തപ്പോൾ അവരെല്ലാം അവിടെ നിന്നും അപ്രത്യക്ഷമായി. അതിനുശേഷം മണികണ്ഠകുമാരൻ്റെ പാദത്തിലേക്ക് വന്നു വീണു മഹാറാണിയും മന്ത്രിയും പരിവാരങ്ങളും ഒക്കെ. കാരണം അത്രയധികം ദ്രോഹം ആ കുട്ടിയോട് അവർ ചെയ്തതാണല്ലോ. എല്ലാവരും അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണങ്ങനെ മാപ്പ് അപേക്ഷിച്ചു. ക്ഷമിക്കണം ഭഗവാനെ, അവിടുന്ന് ആരാണെന്ന് ഞങ്ങൾ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റുകളൊക്കെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. മണികണ്ഠകുമാരൻ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളൊന്നും തെറ്റ് ചെയ്തതല്ല, മറിച്ച് നിങ്ങൾ ദേവകാര്യത്തിനായിട്ട് സഹായിക്കുകയാണ് ചെയ്തത്. എന്നെ വനത്തിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ അയക്കാനായിട്ട് ഞാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദേവകാര്യാർത്ഥം നിങ്ങളും എൻ്റെ കൂടെ കൂടി എന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് പാപഭാരം ഏൽക്കുകയില്ല. ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ച സമയത്ത് എപ്രകാരമാണോ ശ്രീരാമചന്ദ്ര ഭഗവാനെ വനത്തിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് കൈകേയിയും മന്ദരയും ചെയ്തത്, അതുപോലെ മാത്രമേ നിങ്ങളും ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പാപഭാരം ഉണ്ടാകും, പാപമുണ്ടാകുമെന്ന് നിങ്ങൾ ഭയക്കേണ്ട, നിങ്ങളോട് എനിക്ക് യാതൊരു പിണക്കവുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് അഗസ്ത്യ മഹർഷി എത്തി. അഗസ്ത്യ മഹർഷിയെ കൈകൂപ്പി തൊഴുത പന്തള ഭൂപതിയോട് അഗസ്ത്യ മഹർഷി മണികണ്ഠകുമാരൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. താരകബ്രഹ്മമാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം, അത് മഹിഷി നിഗ്രഹത്തിനായിട്ട് വന്നതാണെന്നും ദേവകാര്യത്തിനായിട്ട് വന്നതാണെന്നും അങ്ങയുടെ പുത്രനായിട്ട് വന്നത് മഹാഭാഗ്യമാണെന്നും എല്ലാം അങ്ങനെ ഈ പന്തള ഭൂപതിയോട് അഗസ്ത്യ മഹർഷി പറഞ്ഞു. പന്തള ഭൂപതിക്ക് തൻ്റെ കണ്ണുകളെയും കാതുകളെയും ഒന്നും വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. ഈ സമയം മണികണ്ഠകുമാരൻ പന്തള ഭൂപതിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു, എനിക്ക് തിരികെ പോകേണ്ടതായിട്ടുണ്ട്, അതിനുള്ള അനുവാദം തരണം, അനുജ്ഞ തരണം എന്ന് പന്തള ഭൂപതിയോട് പറഞ്ഞു. പന്തള ഭൂപതിയോട് എന്നിട്ട് മണികണ്ഠകുമാരൻ പറഞ്ഞു, അവിടത്തേക്ക് എന്താണ് ആഗ്രഹം, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഭൂപൻ പറഞ്ഞു, ഇത്ര കാലവും എൻ്റെ പുത്രനായിട്ട് അങ്ങ് എൻ്റെ കൊട്ടാരത്തിൽ വസിച്ചു, ഇതിൽ കൂടുതൽ ഭാഗ്യം എനിക്ക് എന്താണ് വേണ്ടത്? ഞാൻ പുത്രഭാവത്തിൽ അങ്ങയെ സ്നേഹിച്ച് ലാളിച്ചു, ഇതിൽ കവിഞ്ഞ ഭാഗ്യം ഒന്നും വേണ്ട ഭഗവാനെ, എനിക്കൊരൊറ്റ ആവശ്യമേ ഉള്ളൂ, ജനന മരണങ്ങളിൽ നിന്നും എന്നെ മുക്തനാക്കണേ എന്നുള്ള പ്രാർത്ഥന ആ പന്തള ഭൂപതി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മണികണ്ഠകുമാരൻ പറഞ്ഞു, ജനനമരണാദികൾ നശിക്കണമെങ്കിൽ കർമ്മനാശം വരണം. കർമ്മനാശത്തിന് വേണ്ടുന്ന ജ്ഞാനോപദേശം പന്തള ഭൂപതിക്ക് മണികണ്ഠകുമാരൻ നൽകി. അതിനുശേഷം പന്തള ഭൂപതി പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് എൻ്റെ നാട്ടിൽ തന്നെ ഒരു ആലയത്തിൽ വസിക്കണം, എൻ്റെ വരുന്ന തലമുറയെയും അങ്ങ് കാത്തു പരിപാലിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അതും മണികണ്ഠകുമാരൻ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആലയം നിർമ്മിക്കേണ്ടുന്ന സ്ഥലം എവിടെയെന്ന് ഞാനൊരു ശരം എഴുതി കാണിച്ചു തരാം. ആ ശരം ചെന്ന് തറയ്ക്കുന്ന സ്ഥലത്ത് എനിക്കൊരു ആലയം നിർമ്മിക്കണം. അതായത് നീലിമലയുടെ പ്രാന്തപ്രദേശം വളരെ മനോഹരമാണ്. അവിടെ എന്നെ കാത്ത് ശബരി എന്ന് പറയുന്ന ഒരു യോഗിനി തപസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവളെ കണ്ടവൾക്ക് മോക്ഷം കൊടുത്തു കഴിയുമ്പം അവളുടെ തപശക്തി കൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട ആ സ്ഥലത്ത് എനിക്കൊരു ആലയം നിർമ്മിക്കണം. അവിടെ എവിടെയാണോ ആ ശരം തറയ്ക്കുന്നത് അവിടെ എനിക്കൊരു ആലയം നിർമ്മിക്കണം. അത് ശബരിമല എന്നുള്ള പേരിൽ അറിയപ്പെടും. കൂടാതെ ആ ആലയത്തിൻ്റെ മുൻപിലാകിട്ട് കിഴക്കോട്ട് ദർശനമാകിട്ട് തത്വസോപാനങ്ങൾ എന്നറിയപ്പെടുന്ന 18 പടികൾ, ഒറ്റക്കല്ലിൽ തീർത്ത 18 പടികൾ നിർമ്മിക്കണം. പഞ്ചേന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ, ത്രിഗുണങ്ങൾ, വിദ്യ, അവിദ്യ എന്നിവയെ അടിസ്ഥാനമാക്കിയാകണം ഈ പടികൾ നിർമ്മിക്കേണ്ടത്. അതിനുശേഷം എൻ്റെ ആലയത്തിലേക്ക് വരുന്ന ഭക്തന്മാർ വേണ്ട വിധം ഈ 18 പടികളും കയറി എന്നെ ദർശിച്ചാൽ അവർക്ക് സായുജ്യമടയുവാൻ സാധിക്കും. ഞാനും അവരും ഒന്നായിത്തീരുന്ന, തത്വമസി പൊരുളായിത്തീരുന്ന ആ ഒരു സന്നിധാനമായിരിക്കും അത് എന്ന് മണികണ്ഠസ്വാമി അരുളി ചെയ്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആലയത്തിന് സമീപമായിട്ട് അധികം അകലെയല്ലാതെ മഞ്ചമാതാവിനെ മാളികപ്പുറത്തേമ എന്നുള്ള പേരിൽ പ്രതിഷ്ഠിക്കണം. അന്നപൂർണേശ്വരിയായി എൻ്റെ ശക്തി അവിടെ അങ്ങനെ വസിക്കും. കൂടാതെ തൻ്റെ ഭൂതഗണങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ, തൻ്റെ ബാബുരന് ഒരു ആലയം നിർമ്മിക്കണമെന്നുള്ള കാര്യവും എല്ലാം പറഞ്ഞ് അങ്ങനെ ഏൽപ്പിച്ചു. ശബരിയുടെ തപോബലം കൊണ്ട് അവളുടെ ആവാസസ്ഥാനമായിട്ടുള്ള ശബരിമല, ആ മലയ്ക്ക് ശബരിമല എന്നുള്ള പേര് അറിയപ്പെടുമെന്നുള്ളതും എൻ്റെ സംഗമം കൊണ്ട് പമ്പാ നദി പവിത്രമാക്കപ്പെട്ട് അത് ഗംഗയ്ക്ക് തുല്യമാകുമെന്നും ഭഗവാൻ പറഞ്ഞു. അതേപോലെ എൻ്റെ അവിടെ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം വിശ്വേശ്വ വിഗ്രഹമായിട്ട് കാണണം. എൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള
കടുശബ്ദൻ, അതായത് ഭൈരവനായിട്ട് കാണണം. അങ്ങനെ എല്ലാം കൊണ്ടും കാശിക്ക് തുല്യമാകും ശബരിമല, അവിടെ ദർശനം നടത്തുന്നവര് കാശിക്ക് പോകുന്നതിന് തുല്യമാകുമെന്ന് ഭഗവാൻ പറഞ്ഞ് അങ്ങനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ എങ്ങനെ വേണം തൻ്റെ ആലയത്തിലേക്ക് ഭക്തന്മാരെത്തുന്നത് എന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞു കൊടുത്തു. രാജാവിന് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തു. അതായത് കാനനത്തിലേക്ക് പുലിയെ കൊണ്ടുവരുന്നതിനായിട്ട് താൻ പോകുമ്പം രാജാവ് മണികണ്ഠകുമാരൻ്റെ കയ്യിൽ ഒരു കെട്ട് നിറച്ചു കൊടുത്തിരുന്നു. അതായത് ഭഗവാന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വെച്ചൊരു കെട്ട് നിറച്ചു കൊടുത്തിരുന്നു. അതേപോലെയുള്ള ഇരുമുടി കെട്ടുമായിട്ട് വേണം എന്നെ കാണുവാനായിട്ട് അവിടേക്ക് ഭക്തന്മാരെത്തുന്നതും, അതേപോലെ പമ്പയിൽ കുളിച്ച് എല്ലാ പാപങ്ങളും കഴുകി വേണം എൻ്റെ അടുത്തേക്ക് വരാനെന്നുള്ളതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് അങ്ങനെ മണികണ്ഠസ്വാമി അപ്രത്യക്ഷമായി. രാജാവിന് ഭയങ്കര സങ്കടമായി. രാജാവ് താൻ എന്താ പറയുക, നിലയില്ലാത്ത പോലെ, തനിക്ക് സ്വബോധമില്ലാത്ത പോലെ നിന്നുപോയി. പിന്നീടുള്ള ഓരോ ദിവസവും അങ്ങ് സങ്കടം കൊണ്ടും ആശ്ചര്യം കൊണ്ടുമൊക്കെ ഓരോ ദിവസങ്ങൾ അങ്ങനെ തള്ളി നീക്കി. രാജാവ് ക്ഷേത്രം പണിയുന്ന കാര്യവും മറന്നു, രാജകാര്യങ്ങളും മറന്നു, എല്ലാം മറന്ന് സ്വസ്ഥതയില്ലാതെ അങ്ങനെ ഇരുന്നു. ആ സമയം വീണ്ടും അവിടേക്ക് ഒരു ദിവസം അഗസ്ത്യ മഹർഷി എത്തി. അഗസ്ത്യ മഹർഷിയെ കണ്ട രാജാവ് അദ്ദേഹത്തെ തൊഴുത് സ്വീകരിച്ചിരുത്തി. അഗസ്ത്യ മഹർഷി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങേക്ക് എന്താ പറ്റിയത്? അങ്ങ് ഈ മണികണ്ഠസ്വാമിയുടെ നിർദ്ദേശപ്രകാരം അങ്ങ് അവിടെ ആലയം പണിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, അല്ലയോ മഹർഷിയെ, എനിക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഉറുമ്പിനെ പോലെ എനിക്ക് ഒരു സ്ഥിരതയില്ലാതായിരിക്കുന്നു. ഈ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് എൻ്റെ മനസ്സ് നിൽക്കുന്നില്ല. അതങ്ങനെ വഴിതെറ്റി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭഗവാൻ ജ്ഞാനോപദേശം നൽകിയെങ്കിലും അതൊന്നും എനിക്കങ്ങോട്ട് ശരിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അതെന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ ഈ അഗസ്ത്യ മഹർഷിയോട് രാജാവ് ചോദിച്ചു. അഗസ്ത്യ മഹർഷി പറഞ്ഞു, അങ്ങയുടെ ഒപ്പം ഇത്ര കാലവും മണികണ്ഠസ്വാമി ഉണ്ടായിട്ടും അവിടുത്തെ മാഹാത്മ്യം അറിയുവാനായിട്ട് അങ്ങേക്ക് സാധിച്ചില്ല. ഭഗവാൻ പുലിപ്പാലിനായിട്ട് പോകുമ്പോഴും ഇത്ര ചെറിയ കുട്ടി എങ്ങനെ പുലിയെ കൊണ്ടുവരുമെന്നായിരുന്നല്ലോ അങ്ങയുടെ ചിന്ത. അതേസമയം മണികണ്ഠകുമാരൻ്റെ ഗുരുനാഥൻ, അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. മണികണ്ഠകുമാരൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളപ്പോൾ അത് ആരാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ജന്മന ബധിരനും മൂകനുമായ തൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് മണികണ്ഠസ്വാമിയോട് അദ്ദേഹത്തിന് വിശ്വാസം വന്നതിൻ്റെ പേരിലാണ് അപേക്ഷിക്കുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗുരുനാഥൻ്റെ അല്ലെങ്കിൽ ആ ഗുരുദേവൻ്റെ പുത്രന് സംസാരശേഷിയും കേൾവി ശക്തിയും തിരിച്ചു കിട്ടിയത്. അത്ര പോലും വിശ്വാസം തൻ്റെ പുത്രനായിട്ട് അങ്ങയുടെ ഒപ്പം ഈ കൊട്ടാരത്തിൽ മണികണ്ഠസ്വാമി ജീവിച്ചിട്ട് പോലും അങ്ങയ്ക്കുണ്ടായില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങയ്ക്ക് മോക്ഷം കിട്ടുക? ആ ഭഗവാനെ വിശ്വസിക്കാത്ത ആർക്കും എങ്ങനെയാണ് ഗതി ലഭിക്കുക എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യം ഭഗവാനെ വിശ്വസിക്കുക. ആ ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് മാർഗങ്ങളൊന്നും തേടിപ്പോകണ്ട. ആ അയ്യപ്പസ്വാമിയിൽ അങ്ങ് വിശ്വാസമർപ്പിക്കുക, അതാണ് ആദ്യം വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ അഗസ്ത്യ മഹർഷിയോട് രാജാവ് തൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ബോധ്യപ്പെട്ടിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നുണ്ട്, അത് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോരോ സംശയങ്ങൾ അങ്ങനെ ചോദിച്ചു. പമ്പാ നദിയെക്കുറിച്ചും ഒക്കെയുള്ള സംശയങ്ങൾ. അതിൽ അദ്ദേഹം ചോദിച്ചു, എന്താണ് കുംഭദള തീർത്ഥം, അതിൻ്റെ പ്രത്യേകത എന്താണ്, കുംഭദളത്തോട് എന്താണ് എന്ന് ചോദിച്ചു. അഗസ്ത്യ മഹർഷി പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, കുംഭദളത്തോടിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ പറയാം, അങ്ങയെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അതായത് അങ്ങേക്ക് പുത്രനായിട്ട് ശ്രീഭൂതനാഥൻ വരുവാനുണ്ടായ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുംഭദളത്തോട് എന്ന് ഈ അഗസ്ത്യ മഹർഷി രാജാവിനോട് പറഞ്ഞു. അതായത് ഈ പന്തള ഭൂപതി കഴിഞ്ഞ ജന്മം പാണ്ഡ്യദേശത്തുള്ള വിജയൻ എന്ന് പറയുന്ന ഒരു ധനികനായിട്ടുള്ള ബ്രാഹ്മണനായിരുന്നു. ആ ധനികനായിട്ടുള്ള ബ്രാഹ്മണൻ ഒരുപാട് സ്വത്തുവകകൾ തനിക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ പുത്രന്മാരില്ലാത്ത ദുഃഖത്താൽ അങ്ങനെ വിഷമിച്ച ഈ ധനികനായിട്ടുള്ള ബ്രാഹ്മണൻ വിജയൻ വിചാരിച്ചു, ഇത്രയധികം സമ്പത്ത് ഉണ്ടായിട്ടൊരു കഥയില്ല, കുഞ്ഞുങ്ങളില്ലെങ്കിൽ പിന്നെ സമ്പത്ത് ഉണ്ടായിട്ട് എന്താ കഥ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചു, ഒരു പക്ഷേ ഈ സമ്പത്തൊക്കെ ദാനം ചെയ്യാമെങ്കിൽ തനിക്ക് ഒരു പക്ഷേ പുത്രന്മാരുണ്ടായാലോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ 3/4 ഭാഗം സ്വത്തുക്കളും അദ്ദേഹം ദാനം ചെയ്തു. അതിനുശേഷം ഭഗവത് പാദം സ്മരിച്ചങ്ങനെ ഇരിക്കുമ്പം ആ വിജയൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ അടുത്തേക്ക് ഒരു ഭിക്ഷു കടന്നു വന്നു.
അദ്ദേഹം ഈ വിജയൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ മനോഗതം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അങ്ങ് പുത്രദുഃഖത്താൽ വിഷമിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങ് കേരളത്തിലേക്ക് പോകണം. അവിടെ നീലിമലയുടെ പ്രാന്തപ്രദേശത്ത് ശബരി എന്ന് പറയുന്ന ഒരു യോഗിനി താമസിക്കുന്നുണ്ട്, വസിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് ചെന്നിട്ട് അവളെ കണ്ട് കാര്യം പറയാമെങ്കിൽ അങ്ങക്ക് പുത്രന്മാരുണ്ടാകാനുള്ള മാർഗം പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അത് കേട്ട ഈ വിജയൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ നേരെ ശബരി എന്ന് പറയുന്ന യോഗിനി വസിക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി വന്നു. പമ്പാ നദിയിൽ കുളിച്ച് ശുദ്ധമായി അങ്ങനെ ശബരി താമസിക്കുന്ന ആ നീലിമലയുടെ പർവ്വത ശിഖരത്തിലേക്ക് വന്ന് ശബരിയുടെ ആശ്രമത്തിൽ എത്തി ശബരിയെ പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടുകൂപ്പി നിന്നു. ശബരി എന്ന് പറയുന്ന യോഗിനിക്ക് മനസ്സിലായി, വിജയന്റെ ആഗമനോദ്ദേശം മനസ്സിലായി. ശബരി വിജയനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാം. കുറച്ച് വടക്കോട്ട് പോകുമ്പോൾ അവിടെ വലിയ ഒരു ജലധാര കാണാം. അതായത് താരക ബ്രഹ്മത്തിന് പൊന്നമ്പലമേട്ടില് ദേവന്മാര് അഭിഷേകം ചെയ്യുന്ന തീർത്ഥജലം ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും വന്നു പതിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് അത് നിലത്ത് വീഴുന്നതിന് മുന്നേ അതിൽ മുഴുകുക എന്ന് പറഞ്ഞു. അത് നിലത്ത് വീഴുന്നതിന് മുന്നേ അതിൽ കുളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതെന്തെങ്കിലും പാത്രത്തിൽ പിടിക്കണം. അപ്പം ഈ ശബരി ഒരു കുടം ഈ വിജയന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുടത്തിൽ ജലം ശേഖരിച്ച് അങ്ങ് കുളിച്ചാലും അതിനുശേഷം അങ്ങയ്ക്ക് പാപമോചനം ഉണ്ടാകും, പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുടവുമായിട്ട് ഈ വിജയൻ ആ വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ചെന്നു. അതിശക്തമായിട്ടുള്ള കുത്തൊഴുക്കിലുള്ള ജലം ആ കുടം കൊണ്ടുപോയി ആ ജലത്തിലേക്ക്, ആ വലിയ ഒഴുക്കിലേക്ക് പിടിക്കുമ്പോൾ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ആ കുടം ആ വിജയൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ കയ്യിൽ നിന്നും താഴേക്ക് പതിച്ച് നിലത്ത് പാറക്കല്ലിൽ തട്ടി ഉടഞ്ഞ് പല ദളങ്ങളായിട്ട് മാറിപ്പോയി. ആ കുടം വീണ് പതിച്ചെടുത്ത് ഒരു ഗർത്തമുണ്ടായി, ഒരു കുഴിയുണ്ടായി. ആ വിജയൻ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ കുംഭം പൊട്ടി തകർന്ന് ദളങ്ങളായി വീണ സ്ഥലത്തു നിന്നും ആ ജലധാരയുടെ ശക്തി കുറഞ്ഞതൊരു അരുവിയായിട്ട് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ആ കുംഭദളത്തിൽ നിന്നും ഉത്ഭവിച്ച നദിയാണ് പിന്നീട് കുംഭദളത്തോട് എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ആ ഗർത്തത്തിലെ വെള്ളത്തിൽ നിന്നും ഈ വിജയൻ കുളിച്ചു, അതായത് സ്നാനം ചെയ്ത് താരകബ്രഹ്മത്തെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പം അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ അതികോമളനായ ഒരു കുമാരനെ കാണുവാനായിട്ട് ഇടയായി. അത് സാക്ഷാൽ ധർമ്മശാസ്താവായിരുന്നു. ബ്രാഹ്മണൻ ധർമ്മശാസ്താവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങെൻ്റെ പുത്രനായിട്ട് വരണം എന്ന് പറഞ്ഞു. ശ്രീധർമ്മശാസ്താവ് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങേക്ക് ഈ ജന്മത്തിൽ തന്നെ മക്കളുണ്ടാകും, സന്തതി സൗഭാഗ്യമുണ്ടാകും, എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാകും. അങ്ങേക്ക് പുത്രനായിട്ട് ഞാൻ വന്നുകൊള്ളാം. അടുത്ത ജന്മം ഞാൻ അങ്ങയുടെ പുത്രനാകാം, അതേപോലെ ദാസ്യഭാവത്തിലും ഞാൻ വാണുകൊള്ളാം എന്ന് ഈ വിജയന് അനുഗ്രഹം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീടുണ്ടായ ജന്മത്തിൽ ഈ അഗസ്ത്യ മഹർഷി പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, ആ വിജയന്റെ പുനർജന്മമാണ് അങ്ങ്. ആ വിജയന്റെ പുനർജന്മമായ അങ്ങയ്ക്ക് ധർമ്മശാസ്താവ് തന്ന ആ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീഭൂതനാഥൻ അങ്ങയുടെ പുത്രനായിട്ട് പന്തളത്ത് വാണരുളുവാനുള്ള ആ ഇടമുണ്ടായത് എന്നൊക്കെ ഈ ധർമ്മശാസ്താവിൻ്റെ അവതാരത്തെക്കുറിച്ചും കുംഭദളത്തോടിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. ഈ കുംഭദളത്തോട്ടിൽ, അതായത് ഈ കുംഭം വീണ കുഴിയായ ഗർത്തത്തിൽ നിന്നും ആ ജലം ശേഖരിച്ച് കുളിച്ചപ്പോൾ തന്നെ ഈ വിജയൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ പാപങ്ങളെല്ലാം പക്ഷിരൂപേണ പറന്ന് ഭക്ഷങ്ങൾ കരിഞ്ഞുപോയി അവിടെ വീണത്രേ. അതിൻ്റെ ഭാഗമായിട്ടാണ്, ആ പാപങ്ങൾ നശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീഭൂതനാഥൻ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വരുവാനായിട്ടൊക്കെയുള്ള അനുഗ്രഹം കിട്ടിയത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അഗസ്ത്യ മഹർഷി പറഞ്ഞു, ആ കുംഭദളത്തോട്ടിൽ കുളിക്കുന്ന ആളുകൾക്ക് അവരുടെ പിതൃക്കൾക്ക് വരെ മോക്ഷം ലഭിക്കും എന്നുള്ള അനുഗ്രഹവും ഭഗവാൻ അന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇതിനുശേഷം പറഞ്ഞു, ഇനി അവിടുന്ന് അലസനായിരിക്കാതെ നേരെ ആ ശരം എവിടെയാണോ തറച്ചത് അവിടേക്ക് പോയിട്ട് അവിടെ ആ അയ്യപ്പസ്വാമിക്ക്, മണികണ്ഠസ്വാമിക്കുള്ള ആലയം തീർക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും പരിവാരങ്ങളും എല്ലാവരും കൂടിയിട്ട് അയ്യപ്പസ്വാമി അന്ന് പോയതുപോലെ കെട്ടും കെട്ടി അങ്ങനെ എല്ലാവരും കൂടി ആ വനത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ഋഷീശ്വരന്മാരൊക്കെ അവരുടെ ഒപ്പം കൂടി അങ്ങനെ അവർ പമ്പയിൽ കുളിച്ച് ശബരിയുടെ ആശ്രമം ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ക്ഷീണം കൊണ്ട് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. ഈ ഉറക്കം വരാതെ രാജാവ് അങ്ങനെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളും മണികണ്ഠകുമാരനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോൾ മണികണ്ഠകുമാരൻ്റെ ധർമ്മശാസ്താവിൻ്റെ അനുചരനായിട്ടുള്ള വാപുരൻ അവിടേക്ക് വന്നു. വാപുരൻ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, അങ്ങയെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാനായിട്ട് എന്നെ ധർമ്മശാസ്താവ് പറഞ്ഞയച്ചു.
പറഞ്ഞയച്ചതാണ്. മറ്റുള്ളവർ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ അങ്ങയെ ഇവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ധർമ്മശാസ്താവിൻ്റെ ആജ്ഞപ്രകാരം വാപുരൻ ഈ പന്തള ഭൂപനെയും കൂട്ടി ധർമ്മശാസ്താവിൻ്റെ പൊന്നമ്പലമേട്ടിലേക്ക് അങ്ങനെ ചെന്നു. അവിടെ പൊന്നമ്പലമേട്ടിൽ ദേവകളാൽ അങ്ങനെ സ്തുതി ചെയ്തിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കണ്ട് രാജാവ് കൈകൂപ്പി നിന്നു. മണികണ്ഠസ്വാമി ശ്രീ ധർമ്മശാസ്താവ് ശ്രീഭൂതനാഥൻ പന്തള ഭൂപനോട് പറഞ്ഞു, നാളെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായിട്ട് ഒരാൾ അവിടെ എത്തും. ആ ക്ഷേത്ര നിർമ്മിതി കഴിയുന്ന സമയത്ത് അവിടെ പരശുരാമനെത്തും. അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നിർവഹിക്കും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വീണ്ടും വാപുരൻ അദ്ദേഹത്തെ പഴയതുപോലെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. പിറ്റേ ദിവസം സൂര്യോദയമായി. അങ്ങനെ മണികണ്ഠസ്വാമിയുടെ അമ്പ് തറച്ച സ്ഥലം അവിടെ ആ ശബരിമലയിൽ ആ സ്ഥലത്ത് അങ്ങനെ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങളായി. ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അവിടെ വിശ്വകർമാവ് വന്ന് വിശ്വകർമാവ് ശബരിമലയുടെ ക്ഷേത്ര നിർമ്മാണം നടത്തി. ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം എത്തരത്തിലുള്ള പ്രതിഷ്ഠ വേണം അവിടെ വെക്കാനെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ പരശുരാമൻ അവിടെ എത്തുകയും പരശുരാമൻ കാണിച്ചു കൊടുത്തു. അവിടെ അഞ്ജന ശൈലത്തിൽ തീർത്ത ഒരു അയ്യപ്പ വിഗ്രഹം കാണിച്ചു കൊടുത്തു. ധർമ്മശാസ്താവ് മണികണ്ഠനായി വരുന്നതിന് മുന്നേയും ശബരിമലയിൽ ക്ഷേത്രമുണ്ടായിരുന്നത്രേ. ആ ക്ഷേത്രം കൊള്ളക്കാരാൽ തകർക്കപ്പെട്ട ആ ക്ഷേത്രത്തിന്റെ വിഗ്രഹം അവിടെ തന്നെ ഉണ്ടായിരുന്നതായി. ഭട്ടബന്ധത്തോടുകൂടി ചിന്മുദ്രയോടുകൂടിയിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അങ്ങനെ പരശുരാമനാൽ അവിടെ പ്രതിഷ്ഠിതമായി. എല്ലാവരും ശരണം വിളികളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെയായി നിൽക്കുന്ന സമയത്ത്, എല്ലാവരും കാത്തു നിൽക്കുന്ന ആ സമയത്ത് തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം മകരം 1 സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ആ ശുഭമുഹൂർത്തത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ മണികണ്ഠസ്വാമി അയ്യപ്പസ്വാമി ശ്രീ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചു. അങ്ങനെയാണ് ഈ സകല ചരാചരങ്ങൾക്കും ആനന്ദമരുളിക്കൊണ്ട് അഭയമരുളിക്കൊണ്ട് അങ്ങനെ ആ ശബരിമലയിൽ ശ്രീ ധർമ്മശാസ്താവ് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകൻ ഭൂമിപ്രപഞ്ചൻ അങ്ങനെ നമുക്കെല്ലാവർക്കും ആനന്ദമരുളിക്കൊണ്ട് അവിടെ കുടികൊള്ളുന്നു. ഇതാണ് ധർമ്മശാസ്താവിൻ്റെ ചരിത്രം. അതിവിടുത്തെ പൂർണ്ണമാകുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ധർമ്മശാസ്താവിനെ കുറിച്ച് പറയാനുണ്ട്. അതൊക്കെ ഓരോ വീഡിയോയിലുമായിട്ട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കഥ പറഞ്ഞ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നാവ് പിഴകളും തെറ്റുകളും ഒക്കെ വന്നു കാണും. അതെല്ലാം ക്ഷമിച്ച് എനിക്ക് അനുഗ്രഹം തരണമെന്ന് മാത്രം പറയുന്നു. നമസ്തേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.